അപ്പോൾ എൻ്റെ സ്കൂൾ ടൈം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ 10th ഒക്കെ ഇപ്പോൾ ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഞാൻ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, എനിക്കൊരു സോഷ്യൽ വർക്കർ ആവണം, അതുപോലെ പോയറ്റ് ആവണം. ഒരുപാട് ആളുകൾ വന്നിട്ട് നമ്മളോട് സങ്കടങ്ങളാണ് പറയുന്നത്. എല്ലാവരും പറയുന്നത് അവരുടെ സങ്കടങ്ങളായി. പലപ്പോഴും ഓരോ വാക്യം പറയുന്നത് ഒരുപാട് കണ്ണീരിന് ശേഷമായിരിക്കും പലരും ഇവിടെ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഒരാളുടെ സങ്കടം നമ്മൾ വഴി മാറുമ്പോൾ അവരുടെ ഫേസിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് എനിക്ക് ഈ ഒരു പ്രൊഫഷനെ സ്നേഹിക്കാൻ പറ്റുന്നത് കൊണ്ട് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അടിപൊളിയാണ്. പറയുന്ന പോലെ മാരിറ്റൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്നല്ലെങ്കിലും ഒരു ഫാമിലിയിൽ ഇരിക്കുമ്പോൾ അതൊരു റിലേഷൻഷിപ്പാണ് അല്ലേ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും മനുഷ്യരായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂസാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്നത് പലപ്പോഴും പല കാര്യങ്ങൾ ചേരാതെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻസ്, നമ്മുടെ ഒന്നും എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഒരിടത്തും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ രണ്ടുപേര് കല്യാണം കഴിക്കുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചായിരിക്കില്ല അവർ ജീവിക്കുന്നത്. പല ആളുകളും വിചാരിക്കുന്നത് ഓരോ കൗൺസിലിങ്ങിന് പോകാന്ന് പറയുമ്പോൾ അവിടെ പോയി വെറുതെ സംസാരിച്ചാൽ ആ പ്രശ്നം തീരുന്ന അതൊരു കൺസെപ്റ്റ് മാത്രമാണ്, അല്ലെങ്കിൽ അത് തോട്ടാണ്. പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ പകുതി പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുള്ളത് സത്യം തന്നെയാണ്. Hi buds, welcome to Stories of Fourth Wall. What concerns you to counseling today? Yes, ഇന്നത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു കൗൺസിലിംഗ് സെഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമുക്ക് നേരിട്ട് ചോദിക്കാം ലൈവായി നമ്മുടെ ഡോക്ടറോട്. നമ്മുടെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് തൃശ്ശൂരിലെ തന്നെ നമ്പർ 1 കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ ജെയ്ഡ് ഹലോ കൗൺസിലിംഗ് സെന്ററിന്റെ CEO കൂടിയായിട്ടുള്ള നിവ്യ രഞ്ജിത്ത് മാം ആണ്. മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു അല്ലെ. ജെയ്ഡ് ഹലോ കൗൺസിലിംഗ് സെന്റർ എന്നാണ് നമ്മുടെ ഈ ഒരു ക്ലിനിക്കിന്റെ പേര്. എന്താണ് ഈ ജെയ്ഡ് ഹലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഒരുപാട് പേര് എന്നോട് ഇതേ ക്വസ്റ്റ്യൻ, എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻസും ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എന്താണ് ഈ ജെയ്ഡ് ഹാലോ എന്നുള്ളത്. ജെയ്ഡ് ഹാലോ എന്ന് പറയുമ്പോൾ ജെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്, ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സ്റ്റോൺ ആണ്. ജെയ്ഡിൻ്റെ പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോണിന് ഒരു പോസിറ്റിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു കൾച്ചറിൽ. അപ്പോൾ ഈ ജെയ്ഡിൻ്റെ ഹാലോ എന്ന് പറയുമ്പോൾ ഓറ, അതിൻ്റെ ആ ഒരു പ്രകാശം എല്ലാവർക്കും പോസിറ്റിവിറ്റി ആൻഡ് പ്രോസ്പെറസ് പ്രൊവൈഡ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ക്ലിനിക്ക് ഒരു ജെയ്ഡ് ഹാലോ എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഈ പേര് സെലക്ട് ചെയ്തത്. അടിപൊളി. നമ്മൾ വന്നപ്പോൾ തന്നെ, നമ്മുടെ ടീം വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ജെയ്ഡ് ഹാലോ. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അതെന്താണ് ആ പേരിന് പിന്നിലെ ഒരു കഥ എന്നറിയാം. ആക്ച്വലി ആ ഒരു ക്യൂരിയോസിറ്റി വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേര് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ എത്ര വർഷമായി ഈ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? നമ്മൾ 2-3 years ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. പ്രസന്റ്ലി ഈ ഒരു ക്ലിനിക് എന്ന് പറയുമ്പോൾ ഇവിടെ 1 year ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു സൈക്കോളജി ഫീൽഡിലേക്ക് കിടക്കുന്നത്? ചെറുപ്പം തൊട്ടൊരു സൈക്കോളജിസ്റ്റ് ആവണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? അല്ല, ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് ആവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു റീസെന്റ് ഇറങ്ങിയ ഒരുപാട് സിനിമകളൊക്കെയാണ് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും സൈക്കാട്രിസ്റ്റിനെ പറ്റിയിട്ടെല്ലാം ആയിരിക്കും അറിയുന്നത്. അപ്പോൾ എൻ്റെ സ്കൂൾ ടൈം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ 10th ഒക്കെ ഇപ്പോൾ ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഞാൻ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, എനിക്കൊരു സോഷ്യൽ വർക്കർ ആവണം, അതുപോലെ പോയറ്റ് ആവണം. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അത് എനിക്ക് 10 കഴിഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി, എന്നെ കൊണ്ട് ഫിസിക്സും മാത്സും നടക്കുന്ന കാര്യമില്ലെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എഞ്ചിനീയർ ഫീൽഡിലേക്കൊന്നും ഞാൻ പോയില്ല. എൻ്റെ മെഡിക്കൽ തന്നെയായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. അപ്പം അന്ന് തൊട്ടേ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. എൻ്റെ ആഫ്റ്റർ ഞാൻ MPA കഴിഞ്ഞപ്പോഴും ഞാൻ എയർപോർട്ടായിരുന്നു എൻ്റെ ഫീൽഡ്. അതിലും സൈക്കോളജി ഒരു പേപ്പർ ആയിരുന്നു നമുക്ക്. അപ്പോൾ എനിക്ക് ആഫ്റ്റർ മാരേജ് എനിക്ക് എയർപോർട്ടിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവായിരുന്നു. ഞാൻ സിയാലിൽ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ മാരേജ് ഞാൻ നേരെ പിന്നെ സൈക്കോളജിയിലേക്ക് കിടക്കായിരുന്നു. എനിക്ക് കറക്റ്റ് എൻ്റെ പാഷൻ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആയത് സൈക്കോളജിയിലായിരുന്നു. അതെനിക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പം നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമ്മുടെ പാരന്റ്സിന് ഒരു കൺസേൺ ഉണ്ടായിരിക്കും, നമ്മൾ ഫ്യൂച്ചറിൽ ഇന്നതാവണം അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിക്കണം, അങ്ങനെ ഒരു കൺസേൺ ഒന്നും ഉണ്ടായിരുന്നില്ല? അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്? പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞ സമയത്തിൽ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡ് എടുക്കണം തന്നെയായിരുന്നു അവരുടെ. എൻ്റെ ബ്രദർ എഞ്ചിനീയർ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇനി മെഡിക്കൽ ഫീൽഡിലേക്ക് നോക്കാന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്ക് എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനത് പെർഫെക്റ്റ്ലി മാച്ച് ആയിട്ട് വന്നപ്പോൾ ഓക്കെ, എല്ലാവരും ഹാപ്പിയാണ്. ഒരു സമയത്ത് ഞാനിങ്ങനെ ചെറുതായി വഴുതി മാറി, എനിക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് എയർപോർട്ട് എടുത്തിരുന്നു. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഫഷൻ എൻജോയ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനെ കൂടുതൽ സ്നേഹിക്കാൻ എന്താണ് കാരണം?
തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഒരുപാട് ആളുകൾ വന്നിട്ട് നമ്മളോട് സങ്കടങ്ങളാണ് പറയുന്നത്. എല്ലാവരും പറയുന്നത് അവരുടെ സങ്കടങ്ങളായിരിക്കും. പലപ്പോഴും ഓരോ വാക്യം പറയുന്നത് ഒരുപാട് കണ്ണീരിന് ശേഷമായിരിക്കും പലരും ഇവിടെ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അവരുടെ ഒരു മാറ്റം ഒരു 2-3 സെഷനൊക്കെ കഴിയുമ്പോൾ അവരുടെ അപ്പിയറൻസ് വൈസ് ആണെങ്കിലും അവരുടെ ഫേസിലുള്ള മാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഒരാളുടെ സങ്കടം നമ്മൾ വഴി മാറുമ്പോൾ അവരുടെ ഫേസിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പം ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് എനിക്ക് ഈ ഒരു പ്രൊഫഷനെ സ്നേഹിക്കാൻ പറ്റുന്നത് കൊണ്ട് ഒരു സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ അടിപൊളിയാണ്. ഓക്കെ. അപ്പോ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരുപാട് പേരുടെ സ്റ്റോറീസ് കേൾക്കണം, ഈ പറഞ്ഞ പോലെ ഒരുപാട് സങ്കടങ്ങൾ കേൾക്കണം. അപ്പൊ നമ്മളെ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ പേഴ്സണലി? തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് അല്ലേ, മനുഷ്യന്മാരല്ലേ. നമുക്ക് ഒരാളുടെ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടല്ലെങ്കിൽ പോലും അത് നമ്മളിൽ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കില്ലാത്ത കാര്യമാണെങ്കിലും ഒക്കെ ഇങ്ങനെയും സംഭവിക്കാമല്ലേ, അല്ലെങ്കിൽ ഒരു പേഴ്സണെ നമ്മൾ കാണുന്ന സമയത്ത് ഇവർക്ക് ഇത്രയും പ്രശ്നമുണ്ടോയെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഓരോരുത്തരും വന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു അവരുടെ ലൈഫ് ഇങ്ങനെ മാറി മറിഞ്ഞു എന്നൊക്കെ തോന്നുമ്പോൾ അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമോ, അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളിൽ എവിടെയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ചില രീതിയിലൊക്കെ ബാധിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന പേഷ്യൻസ് ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള? ഞാൻ നോർമലി കുട്ടികളുടെ കേസ് ഞാൻ അങ്ങനെ എടുക്കാറില്ല. നമുക്ക് കൂടുതൽ അഡൾട്ട് കേസാണ്. ഒരു പ്രായം എന്ന് പറയുമ്പോൾ 20+ അങ്ങോട്ട് എല്ലാവരും വരുന്നുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 60+ വരെയുള്ള ഒരു പേഷ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഏജ് ബാർ ഉണ്ടെന്നോ കാറ്റഗറി ഉണ്ടെന്നോ പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു കൂടുതലും ഈ റിലേഷൻഷിപ്പിലെ ഡിപ്രഷൻസോ അങ്ങനത്തെ ഇഷ്യൂസ് ആണോ കൂടുതൽ? റിലേഷൻഷിപ്പിൽ അല്ല, എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ ഈ പറയുന്ന പോലെ മാരിറ്റൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്നല്ലെങ്കിലും ഒരു ഫാമിലിയിൽ ഇരിക്കുമ്പോൾ അതൊരു റിലേഷൻഷിപ്പാണ് അല്ലേ. അപ്പോൾ എല്ലാ മനുഷ്യരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസാണ് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് അവരെ മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഉണ്ടാവാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു മാരേജ് റിലേഷൻഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, കോമൺ ആണ്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് എന്താണ് മാമിന്റെ ഒരു? ഞാൻ ഓൾറെഡി ഈ പറയുന്ന ആ വിഹിതത്തിനെ കുറിച്ച് ഒരു വീഡിയോ ഇടുകയും അത്യാവശ്യം നല്ല രീതിയിൽ അതിന് നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാവുകയും ചെയ്തതാണ്. അപ്പോൾ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോള് പറഞ്ഞതുപോലെ പ്രസന്റ് സൊസൈറ്റി എന്നല്ല, ഇത് നമ്മൾ മനുഷ്യരുടെ ഒരു കാലഘട്ടം തുടങ്ങിയ സൊസൈറ്റിയിലുള്ള കാര്യമാണ്. സമൂഹത്തിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സാധ്യതകൾ കൂടിയെന്ന് പറയാം. അന്നൊരു പക്ഷേ ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത കുറവായിരുന്നു. എന്നാൽ പോലും അടുത്തുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങൾ അറിയാതെ പോകാറുണ്ടെന്നുള്ളതാണ് വലിയ കാര്യം. പക്ഷെ അപ്പോൾ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എപ്പോഴും ഉള്ള കാര്യമാണ്. അതിനെ ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം എൻ്റെ കൗൺസിലിംഗ് സെഷൻസിൽ തന്നെ പല ആളുകളും ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ളപ്പോൾ പല ആളുകൾക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടാവുകയും ആ എക്സ്ട്രാ അഫെയറിലുള്ള സങ്കടങ്ങൾ കാരണമായിരിക്കും അവർ നമ്മളോട് വന്ന് കരയുന്നത്. അതിനർത്ഥം അവിടെയാണ് അവർ അത്രയും അധികം പ്രണയിക്കുന്നതെന്ന് പറയാം നമുക്ക്. അതുമാത്രമല്ല, ഞാൻ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രണയിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഫാമിലിയെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസോട് കൂടി കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനർത്ഥം അവരെ പോലെ എല്ലാവരും ആവണം എന്നല്ല നമ്മൾ പറയുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്നത് പലപ്പോഴും പല കാര്യങ്ങളും ചേരാതെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻസ്, നമ്മുടെ ഒന്നും എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഒരിടത്തും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ 2 പേര് കല്യാണം കഴിക്കുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചായിരിക്കില്ല അവർ ജീവിക്കുന്നത്. പക്ഷെ അത് അവിടെ കിട്ടാതെ വരുമ്പോൾ പുറത്തോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈ പറയുന്ന പുറത്ത് കിട്ടുന്ന സ്നേഹമൊക്കെ ചിലപ്പോൾ ഒരു പുതുമ പോകുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല. ഡെയിലി വീട്ടിൽ കാണുമ്പോൾ നമുക്ക് എന്നും നീ എത്ര സുന്ദരിയാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് കുറച്ച് മണിക്കൂർ ഒരു സ്പെൻഡ് ചെയ്യുന്ന ഒരാളോടാണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. കിട്ടുന്ന കുറച്ച് സമയത്ത് അതൊക്കെയാണ് ആളുകളെ അട്രാക്ട് ചെയ്യുന്നതായിട്ട്. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഈ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്നത്. ഇപ്പൊ എല്ലാം നമ്മളിപ്പോ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവരവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് തോന്നും. മാത്രമല്ല, ഇപ്പൊ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, സെക്സ് എന്നുള്ള ഒരു തോട്ടിന് വേണ്ടി മാത്രമാണ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന്. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരാളല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൗൺസിലിംഗ് സെഷൻസിൻ്റെ എക്സ്പീരിയൻസിലാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരെ കാണുമ്പോൾ
ഈ 5 വർഷവും 6 വർഷമായിട്ട് അറ്റ്ലീസ്റ്റ് ഇവർ നേരിട്ട് പോലും കാണാത്ത ആളുകളായിരിക്കും. ഇവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ സെക്സേ ഉണ്ടായിരിക്കില്ല, മനസ്സിലായോ? ഓൺലി ഇവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഒരുപാട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. സെക്സ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സെക്സിന് വേണ്ടി മാത്രം എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന പോലെ സൊസൈറ്റിക്ക് ഓരോ നോംസും കാര്യങ്ങളും ഉണ്ട്. എല്ലായ്പ്പോഴും സൊസൈറ്റിക്ക് ഫിറ്റായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പിന്നെ നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരാളോട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട മിനിമം ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്തിക്സ് ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്കൊന്നും പോവാതെ നിൽക്കൂ എന്ന് വേണമെങ്കിൽ പറയാം. സജസ്റ്റ് ചെയ്യാമെന്നല്ലാതെ നമുക്കതിന് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പ്രസന്റ്ലി. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ അഫയേഴ്സ്. അതുപോലെ തന്നെ നമ്മളിപ്പോ കണ്ടുവരുന്ന മറ്റൊരു ട്രെൻഡാണ് സിറ്റുവേഷൻഷിപ്പ്. എന്താണ് ഈ സിറ്റുവേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻഷിപ്പിൽ നടക്കുന്ന സെക്സ്, അതിനെ പറ്റി എന്താണ് ഒരു സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് സിറ്റുവേഷൻഷിപ്പിൽ ഒരിക്കലും കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അതായത് ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടായിരിക്കും, ഒരാളെ കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ട്, അവരോട് സംസാരിച്ചിരിക്കാൻ ഇഷ്ടമുണ്ട്. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് പറ്റിയ ഒരു മെറ്റീരിയൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിന് പറ്റിയ മെറ്റീരിയൽ അല്ല. പക്ഷേ ഫിസിക്കൽ നീഡ്സിന് വേണ്ടി കണക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും അതിൽ സെക്സ് സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻഷിപ്പിൽ ഈ സെക്സിനെ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും സാധിക്കും. അതായത് അവരുടെ ഏതൊരു ഫാൻറ്റസിയും ചിലപ്പോൾ ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളായിട്ട് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, ഇപ്പോൾ തീരുന്ന റിലേഷൻ ആണെങ്കിൽ അവിടെ വെച്ച് തീർക്കാൻ പറ്റുന്നത് കൊണ്ട് ഇവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അതിൽ എക്സ്പ്ലോർ ചെയ്യാം. അതൊരു റീസൺ ആവുന്നുണ്ട്. മാത്രമല്ല ചില ആളുകൾക്കെങ്കിലും ഒറ്റയ്ക്കുള്ളത് ഒറ്റപ്പെടാന്നുള്ളത് എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് കാലത്തേക്ക് എനിക്ക് ഒരാൾ ആവശ്യമുണ്ട്, പക്ഷെ അയാൾ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇതൊരു ആവശ്യമായിട്ട് മാറും. ഒരു സെക്സ് എന്നുള്ളത് ഒരു പാർട്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഈ സെക്സിനോടുള്ള ഒരു ഏർജ് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിറ്റുവേഷൻഷിപ്പിന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ അത് എത്രത്തോളം സേഫ് ആണോ? അതായത് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കണ്ട ഒരാളെ നമുക്ക് ഒരു ഫിസിക്കൽ ഇന്റിമസി തോന്നുക, അല്ലെങ്കിൽ അയാളുമായിട്ട് ഒരു സെക്സിന് തയ്യാറാവുക എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും സേഫ് ആണോ? നമ്മൾ പറഞ്ഞല്ലോ, എക്സ്പെരിമെന്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും താല്പര്യമുള്ളവരാണ് അതിനു വേണ്ടി പുറപ്പെടുന്നത്. പിന്നെ ഒരാളുടെ ഫിസിക്കൽ ഇന്റിമസി എന്ന് പറഞ്ഞാൽ പലർക്കും പല തരത്തിലാണ്. കുറച്ച് നേരം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വരുന്ന ഫീലിങ്സ് ആണ് അതിലൊരു സെക്സിന്റെ ഒരു പാർട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഏതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ മൾട്ടിപ്പിൾ സെക്സ് എന്ന് പറയുന്നത് ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷെ അത് ചിന്തിക്കുക എന്നുള്ളത് ഒരു പേഴ്സന്റെ കോമൺ സെൻസിനനുസരിച്ച് ബേസ് ചെയ്തിട്ടിരിക്കും. ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ ഒരു ചലഞ്ചിങ് ജോബാണെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു ചലഞ്ചിങ് ജോബ് തന്നെയാണ്. നമ്മൾ പല ആളുകളും വിചാരിക്കുന്നത് ഓരോ കൗൺസിലിങ്ങിന് പോകാന്ന് പറയുമ്പോൾ അവിടെ പോയിരുന്ന് വെറുതെ സംസാരിച്ച് ആ പ്രശ്നം തീരുന്ന അതൊരു കൺസെപ്റ്റ് മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു തോട്ടാണ്. പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ പകുതി പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒരാൾ നമ്മളോട് ആദ്യത്തെ സെഷനിൽ വരുമ്പോൾ അവർക്ക് അത് കേട്ടാൽ മതി. രണ്ടാമത്തെ സെഷനിൽ അവർക്ക് ആഗ്രഹം ഈ പ്രശ്നം മാറണം എന്നാണ്. ഓരോ ആളുകളുടെ പ്രശ്നം പലതരം സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതൊരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ പറ്റും. അതിനുശേഷമാണ് സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പേഴ്സണ് വരുമ്പോൾ പല സൊല്യൂഷനാണ്. ഇപ്പോൾ സാധാരണ ഒരാളോട് സംസാരിച്ച് അവരുടെ മനസ്സിൻ്റെ ഭാരം ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പലതരം തെറാപ്പീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ലപോലെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ പ്രശ്നവും മാറ്റുന്നത്. പ്രശ്നം മാറാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് നമുക്കത് മാറ്റി കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ചാലഞ്ചാണ്. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മളത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. വീട്ടിൽ പോയാലും നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അവർ നമ്മളെന്ന് വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ അവരുടെ ഒപ്പം നിൽക്കണം എന്നുള്ള തോട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മുടെ ഫാമിലി ടൈമിനെ പറ്റി അവർ ഓർക്കില്ല, പേഴ്സണൽ ടൈമിനെ പറ്റി ഓർക്കില്ല. അവരൊരു പ്രശ്നത്തിലുള്ളപ്പോൾ ആദ്യം വിളിക്കുക നമ്മളോടായിരിക്കും. അറ്റ്ലീസ്റ്റ് അവരുടെ സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മളോടായിരിക്കും പറയുക. ചിലപ്പോൾ ഒരു കുഞ്ഞ് കപ്പ് മേടിച്ച ഫോട്ടോ എടുത്തയക്കും, ചില ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ അയക്കും. ഇതൊക്കെ നല്ലതാണോ അടിപൊളിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും ഒരു റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവർ വിചാരിക്കുന്ന നമ്മളിലായിരുന്നു എല്ലാ ഹോപ്പും, നമ്മൾ അവരെ കൈവിട്ടല്ലോ. മനസ്സിലായോ? അപ്പൊ അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ്. അതുപോലെ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് പേഷ്യൻസ് എന്നായിരിക്കും അല്ലേ
അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അപ്രോച്ച് കാരണമാണോ എന്ന് അറിയില്ല, നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. നമുക്കിത് നമ്മുടെ പ്രൊഫഷനിൽ ഉള്ളതാണ്. ട്രാൻസ്ഫറൻസ്, കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ടേംസ് ഉണ്ട്. അതായത് ഒരു കൗൺസിലറോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ വരുന്ന പേഷ്യൻറ്റിനോട് സൈക്കോളജിസ്റ്റിന് തോന്നുന്ന ഒരു അട്രാക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ എത്തിക്കലി എററാണ്, അല്ലെങ്കിൽ എത്തിക്കലി പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഒരാളുടെ പ്രശ്നം കേട്ട് അവരെ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളോട് അവർക്ക് വരുന്ന ഒരു അട്രാക്ഷൻ ലെവലുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കൃത്യമായി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും തലവേദനയായി എന്ന് തോന്നുന്ന പേഷ്യൻസ് ഉണ്ടോ? തലവേദനയായ ഒരുപാട് പേഷ്യൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാലുണ്ട്. പല പുരുഷന്മാരിൽ നിന്ന് നമുക്ക് അവർ വളരെ നല്ല രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യുകയും പിന്നീട് നമ്മളെ വിട്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള കേസസ് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളാണെങ്കിലും നമ്മൾ റാൻഡംലി നമ്മൾ സംസാരിച്ചാൽ മാത്രമേ ഓക്കെ ആവുള്ളൂ എന്ന് പറയുന്ന പല ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ അത് 2 മണിയായിരിക്കാം, രാത്രി 3 മണിയായിരിക്കാം. അവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്കുന്നത് നമ്മളെ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് പലപ്പോഴും ഒഴിവാക്കാനും പറ്റില്ല. നമ്മൾ കൂടി അവരെ ഇഗ്നോർ ചെയ്താൽ ചിലപ്പോൾ ഒരു സൂസൈഡ് പോലെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇഗ്നോർ ചെയ്യാനും പറ്റില്ല, എന്നാൽ നമുക്ക് അവരെ കീപ്പ് ചെയ്തുകൊണ്ട് പോകാനും പറ്റില്ല എന്നുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പേഴ്സൺ, ഒരു പേഷ്യന്റ് നമ്മളെ കൺസൾട്ട് ചെയ്ത് ആ ഒരു ടൈം ഭയങ്കരമായിട്ട് മാമും സ്ട്രഗിൾ ചെയ്തു എന്ന് തോന്നുന്ന ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റും? അങ്ങനെ നമുക്ക് പല ഇൻസിഡൻസ് ഉണ്ട്. അതിൽ റീസെൻ്റ്ലി തന്നെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ ക്ലയൻറ്റിന് വരുന്നത് അയാളൊരു സൈക്കോപാത്ത് ലെവലിലായിരുന്നു. ഒന്നില്ലെങ്കിൽ അയാളെ ഹേർട്ട് ചെയ്യുന്ന ആളെ കൊല്ലും, അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആളെ കൊല്ലും. അത്തരത്തിലുള്ള ആരെ വേണമെങ്കിലും അത് സീരിയസ്ലി അയാൾക്ക് അങ്ങനെ പല ഇഷ്യൂസ് ഉള്ളത് കൂടിയാണ്. ക്ലിനിക്കൽ ഡിസോർഡേഴ്സും കാര്യങ്ങളും, ഒരു ആക്സിഡൻറ്റ്, ട്രോമ കേസസ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു കേസ് വന്ന സമയത്ത് നമുക്ക് അവരുടെ പല ആളുകളോടും സംസാരിക്കേണ്ടവരാണ്. ഈ ഒരു ക്ലയൻറ്റിനോട് മാത്രമല്ല, അത് പലതരത്തിലും ലീഗൽ ഇഷ്യൂസ് ആവുന്നു. നമ്മൾ പലതരത്തിലും ഭയങ്കര സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫാമിലിയിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് പോവുകയും വളരെ സെൻസിറ്റീവായിരുന്നു. കാരണം നമ്മൾ കൂടി ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവൻ്റെ അടുത്തൊരു വിക്ടിം ചിലപ്പോൾ നമ്മൾ കൂടി ആവാനുള്ള സാധ്യതയുള്ള തരത്തിലുള്ള ഒരു കേസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ചലഞ്ചിങ് സ്റ്റേജ് എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ഫേസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉള്ളത് ഒരു വലിയ കാര്യമാണ്. അവർക്കത് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഫോണിലാണെങ്കിൽ വീട്ടിൽ വന്നിട്ടും സമയമില്ല, കംപ്ലീറ്റ്ലി ഇവർക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഉള്ളത് ഒരു ഹെൽപ്പായിരുന്നു. അതിനെ ഓവർകം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും സ്റ്റിൽ നമ്മൾ ഓവർകം ചെയ്തിട്ടില്ല, ഇഷ്യൂസിനെ നമ്മൾ കടന്നു വന്നിട്ടില്ല, പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് സാധിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. കാരണം നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരാളുടെ പ്രശ്നങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക് അവരുടെ ഒപ്പം നിന്ന് ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ട് അവർ ഏതൊക്കെ സാഹചര്യത്തിൽ മൂവ് ചെയ്യാന്ന് കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതൊരു ഗോഡ് ഗ്രേസ് നമുക്ക് കിട്ടുന്ന കാര്യമായിരിക്കണം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വൈസ് കിട്ടുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനും പറ്റും. മാത്രമല്ല, നമ്മൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ ആളുകളെയും വിളിച്ച് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അവരെല്ലാം നമ്മുടെ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ മാത്രമേ ഈ പ്രശ്നത്തിനെ നമുക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഹൗ ഡു യു സ്റ്റേ അപ്ഡേറ്റഡ്? അല്ലെങ്കിൽ ഇപ്പോൾ ഈ സൈക്കോളജിയിൽ വരുന്ന ട്രെൻഡ്സിനെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു അപ്ഡേഷൻ എങ്ങനെയാണ്, ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും നമുക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ ആവശ്യമാണെന്ന് തന്നെ എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ മാത്രമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചതോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പലപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബുക്കിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രം ഒരാളെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ പ്രശ്നം തീരില്ലെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം നമുക്ക് അടുത്ത് വരുന്ന പല ക്ലയൻസും 3-4 സൈക്കോളജിസ്റ്റിനെ ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് അവിടെ നിന്ന് ഒരു റിസൾട്ട് ഇല്ലാതെ വന്ന ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന പഴയ രീതികളും അല്ലെങ്കിൽ ബുക്കിഷ് നോളജ് വെച്ച് മാത്രം അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ ഓരോ പേഷ്യൻസിനനുസരിച്ചും അവരോടൊപ്പം അതുപോലെ സഞ്ചരിക്കാൻ പറ്റണം. അപ്പോൾ വരുന്ന ഒരാൾ ഒരുപാട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അവരോടൊപ്പം ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. വരുന്ന ഒരാൾ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം ചിരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അവരെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരത്തിൽ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ട്രെൻഡിൻ്റെ ഒപ്പം മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.